നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലിവർപൂളിന് എന്താണ് പറ്റിയത് എന്ന് ആശ്ചര്യപ്പെടുകയാണ് ഫുട്ബോൾ ലോകം. അതോടൊപ്പം ആരാധകർ വലിയ ഞെട്ടലുമാണ്. തുടർച്ചയായി 4ാമത്തെ പ്രീമിയർ ലീഗ് മത്സരമാണ് ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത്. ഇന്നലെ ബ്രെൻഫോർഡിനോട് അവർ പരാജയപ്പെടുമ്പോൾ 3-2 പരാജയപ്പെടുമ്പോൾ വെർജിൽ വാൻ ഡൈക്കിൻ്റെ ഒരു പെനാൽറ്റി കൺസീഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ തുടരെ പൊട്ടുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന എല്ലാവരും സ്വയം ഒന്ന് കണ്ണാടിയിൽ നോക്കുന്നത് നന്നായിരിക്കും, ഞാനടക്കം എല്ലാവരും എന്ന് പറഞ്ഞാൽ സ്വയം വിലയിരുത്തുന്നത് നന്നായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ ആരാധകരോട് അദ്ദേഹത്തിന് ഒരു കാര്യം പറയാനുണ്ട്. അതായത് കഴിഞ്ഞ സീസണിൽ ഞങ്ങളോടൊപ്പം ആഘോഷിച്ചതല്ലേ, അപ്പോൾ നിങ്ങൾ ഈ ബുദ്ധിമുട്ടേറിയ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കുകയും വേണം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇന്നലത്തെ കളിക്ക് ശേഷമുള്ള വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, എല്ലാവരും സ്വയം ഒന്ന് കണ്ണാടിയിൽ നോക്കുന്നത് നന്നായിരിക്കും, ഞാനടക്കം എല്ലാവരും കണ്ണാടിയിൽ നോക്കുന്നത് നന്നായിരിക്കും. എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരു ബുദ്ധിമുട്ടേറിയ ഘട്ടത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തു കടക്കും. പക്ഷേ അതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചാൽ പോരാ, പുറത്തു കടക്കും, ഇമ്പ്രൂവ് ആവും എന്ന് പറഞ്ഞാൽ പോരാ, അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുക തന്നെ വേണം. പിന്നെ ഫാൻസ്, ഞങ്ങളോടൊപ്പം സെലിബ്രേറ്റ് ചെയ്ത ഫാൻസ്, തീർച്ചയായിട്ടും കഴിഞ്ഞ സീസണിൽ സെലിബ്രേറ്റ് ചെയ്തവർ ഇപ്പോൾ ഈ സീസണിൽ ഞങ്ങളോടൊപ്പം നിന്നേ പറ്റൂ. ദി ഫാൻസ് ഹു വെർ സെലിബ്രേറ്റിംഗ് വിത്ത് അസ് ലാസ്റ്റ് സീസൺ ഷുഡ് സ്റ്റാൻഡ് ബൈ അസ് നൗ എന്നുകൂടി അദ്ദേഹം ആരാധകരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ആർനെ സ്ലോട്ട് ഈ ഒരു പരാജയത്തെക്കുറിച്ചൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഞങ്ങൾക്കെതിരെ കളിക്കുന്ന ടീമുകൾ അവർക്കൊരു പ്രത്യേക പ്ലേയിങ് സ്റ്റൈൽ അവരുണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഞങ്ങളെ തടയാനുള്ളൊരു കളിരീതി തീർച്ചയായിട്ടും അതിൽ അവർ വിജയിക്കുന്നുമുണ്ട്. ഞങ്ങൾക്ക് അതിനൊരു മറുപടി ഇതുവരെ കണ്ടെത്താനും പറ്റിയിട്ടില്ല. അതോടൊപ്പം തന്നെ എക്സ്ക്യൂസ് ആയിട്ട് പറയുകയല്ല, ഒരുപാട് മത്സരങ്ങൾ ഇങ്ങനെ എവേ മത്സരങ്ങൾ കളിക്കുന്നതും ടീമിന് ഗുണം ചെയ്യില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത് ടീമിന്റെ പരാജയത്തിന്റെ കണക്കെടുപ്പ് നോക്കുകയാണെങ്കിൽ എവേ മത്സരങ്ങളാണ് പൊട്ടുന്നത്. ഇപ്പോൾ ക്രിസ്റ്റൽ പാലസിനോട് 2-1 തോറ്റത് എവേ മത്സരമാണ്. യുസിഎല്ലിൽ ഗാലറ്റസറായിയോട് 1-0 തോറ്റത് എവേ മത്സരമാണ്. ചെൽസിയോട് പ്രീമിയർ ലീഗിൽ 2-1 തോറ്റത് എവേ മത്സരമാണ്. അതേസമയം ഹോം മത്സരത്തിൽ യുണൈറ്റഡിനോടും പൊട്ടി എന്ന കാര്യവും നമ്മൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ ബ്രെൻഫോർഡിനോട് ഇന്നലെ തോറ്റതും എവേ മത്സരമാണ്. അതാണ് അദ്ദേഹം പറയുന്നത്, ഒരുപാട് എവേ മത്സരങ്ങൾ ഇങ്ങനെ കളിക്കുന്നത് ടീമിന് ഗുണം ചെയ്യില്ല എന്ന്. ഏതായാലും ടീം ശക്തമായി തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ ഇപ്പോഴും ഉള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.